ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലേക്ക് സന്ധ്യാസമയത്ത് ഉണ്ടാവുന്ന നമ്മുടെ ഈ ഒരു കൊതുകിൻ്റെ ശല്യം, പ്രത്യേകിച്ച് വീടുകളിലൊക്കെ ഉണ്ടാവുന്നതാണ് അല്ലേ. കൊതുകിൻ്റെ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഈ ചെറിയ ചെറിയ പ്രാണികളെ ശല്യമൊക്കെ കുറയാൻ പറ്റും. ശരിക്കും ഞങ്ങളൊക്കെ വീട് ഈ ഒരു സമയമാകുമ്പോൾ ഇതുപോലെ വാതിലൊക്കെ അടച്ചിടാറുണ്ട്. കാരണം നന്നായിട്ട് ഞങ്ങൾക്ക് കൊതുകിൻ്റെ ശല്യമുണ്ട്. നമുക്ക് കാപ്പീൻ്റെ തോട്ടമൊക്കെ ആയതുകൊണ്ട് ഒരു സന്ധ്യ ആകുമ്പോഴേക്ക് തന്നെ കൊതുക് നല്ലതുപോലെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറും കേട്ടോ. അത് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ രാത്രി ഒന്നും നമുക്കൊരു പോളെ കണ്ണടയ്ക്കാൻ പറ്റില്ല. കാരണം അതുപോലെയാണ് കൊതുകിൻ്റെ ശല്യം. അതുപോലെ തന്നെ സിറ്റ് ഔട്ടിലും കുറേ ചെടികൾ വെച്ചതുകൊണ്ട് ഇപ്പം ചെടീൻ്റെ ചുവട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെറുതായിട്ട് വെള്ളമൊക്കെ കെട്ടി നിൽക്കുകയാണെങ്കിൽ അതിൽ വന്നും കൊതുക് ഇങ്ങനെ ഇരിക്കും കേട്ടോ, ചെടിയിലൊക്കെ വന്നിട്ട്. അപ്പം അതുകൊണ്ടും നമുക്ക് ഈ സിറ്റ് ഔട്ടിലാണെങ്കിലും വന്നിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം അതൊക്കെ കുറയാൻ വേണ്ടിയിട്ട് ഞാനും ഒരു വീഡിയോ കണ്ടിട്ട് തന്നെ ചെയ്തതാണ് കേട്ടോ. നല്ലതായി എനിക്ക് തോന്നി, നല്ല റിസൾട്ടാണ്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് പറഞ്ഞാൽ ഇതുപോലെ വെളുത്തുള്ളിയാണ്. അപ്പോൾ വെളുത്തുള്ളി നമ്മളൊന്നും ചെയ്യണ്ട, ഇതുപോലെ തൊലിയോട് കണ്ടെടുക്കുക കേട്ടോ. 2-3 അല്ലി വെളുത്തുള്ളി. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ വീടിൻ്റെ നടവാതിൽക്ക് ഒന്ന് വെച്ച് കൊടുക്കുക, അതുപോലെ കിച്ചൻ്റെ ബാക്ക് വശത്ത് ഒന്ന് വെച്ച് കൊടുക്കുക, കിടക്കുന്നതിൻ്റെ റൂമിലാണെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു 3-4-5 വെളുത്തുള്ളി എടുത്തിട്ട് ഒന്ന് നമ്മൾ തൊലി കളയാതെ തന്നെ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ. നമുക്ക് ഇപ്പം മിക്സിയിലൊന്നും ചതയ്ക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ കല്ലിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഫേസ്ബുക്ക് പേജിലും വീഡിയോ ഇടുന്നുണ്ട്, അതിൽ വീഡിയോ കാണുന്നവരാണെങ്കിലും പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിതാ ഇതുപോലെ ആ ഒരു വെളുത്തുള്ളി ഞാൻ തൊലിയോടൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. ഇനി പറഞ്ഞാൽ നമ്മൾ കുറച്ച് പെരിഞ്ചീരകം കൂടി, ആ ഒരു സ്മെല്ല് ഇപ്പം ഈ കൊതുക് ഇതുപോലെ ചെറിയ ചെറിയ പ്രാണികൾക്കൊന്നും വലിയ ഇഷ്ടമില്ല. അപ്പോൾ നമ്മുടെ പെരിഞ്ചീരകം ഉണ്ടെങ്കിൽ എടുത്താൽ മതി, അല്ലെങ്കിൽ വെളുത്തുള്ളി മാത്രമായാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ വെളുത്തുള്ളി പെരിഞ്ചീരകം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇനി ചതച്ചിട്ട് നമുക്ക് എന്താന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു നമ്മുടെ പെരിഞ്ചീരകം വെളുത്തുള്ളി നമുക്കൊരു ഇതുപോലത്തെ ചെറിയൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിരട്ടയിലേക്കോ വെച്ചിട്ട് കത്തിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു കുഞ്ഞി പാത്രമാണ് എടുക്കുന്നത്. അതിലേക്ക് ഞാൻ ഈ ഒരു ചതച്ചത്, അപ്പോൾ ഇതിലേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ആ തൊലിയൊക്കെ ഉണ്ടല്ലോ അതാണ്ട് കളയാം കേട്ടോ. വേണമെങ്കിൽ എടുത്ത് ഇതിങ്ങനെ വേറെ നിൽക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് തൊലിയൊക്കെ ഉണ്ട് പെറുക്കി കളയുന്നുണ്ട് നമ്മുടെ വെളുത്തുള്ളീൻ്റെ. അപ്പം അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഇനി വെളുത്തുള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സവോളയാണെങ്കിലും ചെറിയ കൊച്ചുള്ളി ആണെങ്കിലും എടുക്കാം. കൊച്ചുള്ളി വെച്ച് ചെയ്താലും നല്ലതാണ് കേട്ടോ. ആ ഒരു സ്മെല്ലൊന്നും നമ്മുടെ ചെറിയ പ്രാണികൾക്കൊന്നും വലിയൊരു ഇഷ്ടമില്ല. അപ്പം ഞാനിതാ ഇതേപോലെ ആ തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. കാരണം തൊലി ഇങ്ങനെ വേറിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അതൊന്ന് മാറ്റിയെടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ എണ്ണയാണ്. അപ്പോൾ നമ്മൾ വിളക്ക് കത്തിക്കുന്ന ഇത് പറഞ്ഞാൽ കേട് വന്നൊരു എണ്ണയാണ് കേട്ടോ. അപ്പം അങ്ങനത്തെ എണ്ണ എടുത്താൽ മതി. നമ്മൾ ഇപ്പോൾ കളയാനോ എന്തെങ്കിലുമൊക്കെ സമയത്ത് നമുക്ക് വേണ്ടാതെ വെച്ചിട്ടുള്ള വെളിച്ചെണ്ണ, കേട് വന്ന വെളിച്ചെണ്ണ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് കത്തിച്ച് വെച്ചാൽ മതി. അപ്പം ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിരുന്ന ഒരു എണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് ചാലിച്ചെടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാൽ നല്ലതായിരിക്കും. എന്നിട്ട് ഇതുപോലെ 2 തിരി ഇട്ടിട്ട് നമുക്ക് കത്തിച്ച് സിറ്റ് ഔട്ടിലോ അല്ലെങ്കിൽ നമുക്ക് അതേപോലെ കിച്ചണിലോ എവിടെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ആ ഒരു വെളുത്തുള്ളിയും പെരിച്ചീരകം കൂടുമ്പോൾ ഒരു പ്രത്യേകം മണമായിരിക്കും. ആ ഒരു സ്മെല്ല് നമുക്ക് പലപ്പോഴും നമുക്കത് ശരിക്കും തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷെ ഇതുപോലത്തെ ഈ ഒരു പ്രാണികൾക്കൊക്കെ അത് നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ അത് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു ഭാഗത്തേക്കൊന്നും അങ്ങനെ വരില്ല. കത്തിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു സ്മെല്ല് നന്നായിട്ട് വീട്ടിൽ എല്ലാ ഭാഗത്തും നിൽക്കും. ഞാനിവിടെയാണ് കേട്ടോ കത്തിച്ച് വെക്കുന്നത്. ഈ ഒരു സിറ്റ് ഔട്ടിൽ ഒരു സന്ധ്യാസമയത്ത് ഇങ്ങനെ കത്തിച്ചിങ്ങനെ വെക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു സിറ്റ് ഔട്ടിൽ ഇരിക്കുന്ന ആ ഒരു പ്രശ്നമില്ല. അതുപോലെ തന്നെ വീടിൻ്റെ ഇതുപോലെ റൂമിലാണെങ്കിലും അതുപോലെ ഉള്ളിൽ എവിടെയെങ്കിലും ജനവാതിലിൻ്റെ ഒക്കെ ഭാഗത്ത് ചെറുതായിട്ട് കത്തിച്ച് വെക്കും. അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം, നമ്മുടെ ചന്ദനത്തിരിയും കർപ്പൂരം ഉണ്ടല്ലോ അതാണെങ്കിലും മിക്സ് ചെയ്ത് ഇതുപോലെ ചാലിച്ചിട്ട് തിരിയിട്ട് കത്തിച്ച് വെച്ചാലും നല്ലതാന്ന് പറയുന്ന കേൾക്കാട്ടോ. അങ്ങനെയും നമ്മൾ ചെയ്യാറുണ്ട്. വീടിൻ്റെ ഉള്ളിലാണെങ്കിലും ഒരു നല്ലൊരു സ്മെല്ലും കിട്ടും അതൊക്കെ ചെയ്യുകയാണെങ്കിൽ. ഇപ്പം ഞാനിതാ ഇതേപോലെ സിറ്റ് ഔട്ടിൽ 2 തിരി വെച്ച് കത്തിച്ച് വെച്ചിട്ടുണ്ട്. 2 പാത്രത്തിലാക്കി കത്തിച്ച് വെച്ചിട്ടുണ്ട്. ചെടീൻ്റെ ചോട്ടിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാൽ നമുക്ക് ആ ഒരു സിറ്റ് ഔട്ടിലേക്ക് വരുന്ന ആ സിറ്റ് ഔട്ടിൽ നിന്ന് തന്നെ കൊതുക് പാറി തിരിച്ചു പോയിക്കോളും. കൊതുക് മാത്രമല്ല, ഞാൻ എപ്പോഴും പറഞ്ഞു, കൊതുക് മാത്രമല്ല അല്ലാത്ത ജീവികളെ ശല്യം കുറയുന്നുണ്ട്.
തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.